യൂത്ത് കോൺഗ്രസ് നേതാവും ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനുമായ ജിം അലക്സ് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്നു. ജോസ് കെ മാണി MP അംഗത്വം നൽകി. ജിമ്മിനെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ടോബി ജോൺസൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീറ്റിൽ ജിം അലക്സിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിരിക്കുന്നു. മെമ്പർഷിപ്പ് നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് ഇനി കാണുന്നത്? അല്ല, തീർച്ചയായും കോട്ടയം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഭരണത്തിലുണ്ടായിരുന്നു. ബ്ലോക്ക് ഡിവിഷനിൽ 11 10 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എടുക്കുകയാണ്, ബഹുഭൂരിപക്ഷം 52-53 പഞ്ചായത്തുകൾ ഇപ്പോൾ ഭരിക്കുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ജിം അലക്സ് അവിടെയുള്ള വ്യക്തിയാണ്, പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അവിടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വളരെയധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നയാളാണ്. മാത്രമല്ല, നേരത്തെ മെമ്പറായിരുന്നു, ഇവിടെ സൂചിപ്പിച്ചു. അപ്പോൾ ആ ഫീൽഡ് അറിയാവുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായും ഇടതുപക്ഷ LDFന് തന്നെ വലിയൊരു കരുത്ത് നൽകുന്നതാണ്. ജിമെ, ഇതൊരു നിർണായക ഘട്ടമാണ്. അതും പ്രധാനപ്പെട്ട സീറ്റിലാണ് മത്സരിക്കുന്നത്. ജോസഫ് ഗ്രൂപ്പാണ്, അവരുടെ ജില്ലാ പ്രസിഡന്റാണ് മത്സരിക്കുന്നത്. വിജയം ഉറപ്പാണോ? തീർച്ചയായിട്ടും. അത് അതിരമ്പുഴയിലെ നമ്മളെ സ്നേഹിക്കുന്നതും എനിക്ക് സ്നേഹമുള്ളതും നാട്ടുകാരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരെനിക്കൊരു അവസരം തരുമെന്നുള്ളൊരു ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ഇങ്ങനൊരു തീരുമാനം. എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയതിന് പാർട്ടിയോട് നന്ദി പറയാണ്. അങ്ങനെ ഒരു അവസരം ഞാനിപ്പോൾ നിലവിൽ വേറെ പാർട്ടി മെമ്പർഷിപ്പ് ഒന്നും എനിക്ക് നിലവിൽ നേരത്തെ ഇല്ല. അതായത് നേരത്തെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്നു, മുൻ മണ്ഡലം പ്രസിഡന്റായിരുന്നു അതിരമ്പുഴ ഡിവിഷനിൽ തന്നെ. ഇതിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? എന്നെ നിലവിൽ ഇവിടുന്ന് ഒരു ക്ഷണമുണ്ടായി, ഇങ്ങനൊരു അവസരം അതിരമ്പുഴ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്നുള്ളൊരു താല്പര്യം ഇവിടുന്ന് പറഞ്ഞു. നാളെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. നിലവിൽ മുമ്പ് മത്സരിച്ചപ്പോഴും ഞാൻ സ്വതന്ത്രനായിട്ട് തന്നെയാണ് മത്സരിച്ചിരുന്നത്. ജിം അലക്സിന്റെ വാക്കുകളാണ് കേട്ടത്. ഒപ്പം ജോസ് കെ മാണിയും അദ്ദേഹത്തെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റ് നീണ്ടൂർ പഞ്ചായത്തിലെ അടക്കം മറ്റ് ഇത്തവണ സ്ഥാനാർത്ഥികളാകുന്നവരും കൂടി ഇവിടെയുണ്ട്. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജില്ലാ പഞ്ചായത്തിൽ സീറ്റിൽ നിർണായക നീക്കം, നമുക്കറിയാവുന്നതുപോലെ കേരള കോൺഗ്രസുകളുടെ ഏറ്റവും അവസാനത്തെ പിളർപ്പെന്ന് പറയുന്നത് ഈ ഒരു ജില്ലാ പഞ്ചായത്തിലെ ഒരു അധികാരത്തെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു. എന്തായാലും അവിടെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമാണ് അവരിപ്പോൾ നടത്തിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനെ തന്നെ പാളയത്തിലെത്തിച്ചാണ് ജോസ് കെ മാണി ആ നീക്കം തുടങ്ങിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.